കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുൾ ചെയ്തു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രൻ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടേക്കുകയല്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ നോമ്പ് കാലത്ത് നമ്മൾ വെടിയേണ്ട 2 പാപത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നോമ്പ് കാലം പാപം വെടിയുക, പുണ്യങ്ങൾ അഭ്യസിക്കുക, അതിനുള്ള ഒരു വിശുദ്ധമായൊരു കാലയളവായിട്ടാണ് നോമ്പ് കാലത്തെ നമ്മൾ കാണുക. അപ്പോൾ ഒരുപക്ഷെ പാപമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കണം. ഇന്നത്തെ 2 വായനകളും നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പാപങ്ങൾ. നമുക്ക് പാപം എന്ന് പറഞ്ഞാൽ കൊലപാതകം, വ്യഭിചാരം, അങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. അതല്ലാത്ത മറ്റ് പാപങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇന്നത്തെ ആദ്യ വായന നമ്മൾ കണ്ടു, വളരെ ഗൗരവമുള്ളൊരു പാപമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് പിറുപിറുപ്പ്, പരാതി പറച്ചിൽ. ഇനി അതുമൂലം മോശയ്ക്കെതിരെയും ദൈവത്തിനെതിരെയും പിറുപിറുത്തപ്പോൾ അവിടെ സംഭവിച്ച ഒരു കാര്യമാണ്, ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അതിൻ്റെ കടിയേറ്റ് ഒരുപാട് പേര് മരിച്ചു. സഹി കെട്ടപ്പോൾ അവർ പറഞ്ഞു, മോശേ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക, ഞങ്ങൾക്ക് തെറ്റ് പറ്റി, ഞങ്ങളത് മനസ്സിലാക്കുന്നു. അങ്ങനെയെല്ലാം പറഞ്ഞ് മോശയുടെ മാധ്യസ്ഥം തേടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു പ്രതിവിധിയാണ് ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കുക, എന്നിട്ടത് ഒരു കോലിൽ ഉയർത്തി നിർത്തുക. കടിയേക്കുന്നവരെല്ലാം പോയി അത് നോക്കി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു കുമ്പസാരം, പാപമോചനത്തിന് ദൈവം വച്ചിരിക്കുന്ന, അതിലേക്ക് പോകാൻ പോലും ചിലർ വിസമ്മതിക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ പറയണത്, ഞാൻ നേരിട്ട് കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർപ്പങ്ങളെ അങ്ങ് ഇല്ലാതാക്കിയാൽ പോരായിരുന്നു ദൈവം. കർത്താവ് പറഞ്ഞൊരു കാര്യം, കടിയേക്കുന്നവൻ പോയി പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകും, അവർ മരിക്കത്തില്ല. അത് സംഭവിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ചിലർ വിവരദോഷികളായിട്ടുള്ള ചിലർ പറഞ്ഞേക്കാം, കത്തോലിക്ക സഭയിലെല്ലാം വിഗ്രഹാരാധന. അതിന് ഞാൻ വചനത്തിൽ വായിച്ചിട്ടുണ്ട്, ഒന്നിൻ്റെയും രൂപം ഉണ്ടാക്കരുതെന്ന്. പിന്നെ ഈ മാതാവിൻ്റെ ആന്ന് പറഞ്ഞാലും വിശുദ്ധരുടെ ആന്ന് പറഞ്ഞാലും രൂപമല്ലേ, രൂപം ഉണ്ടാക്കുന്നതാണ് വിഗ്രഹാരാധനയെങ്കിൽ ഒടയതമ്പുരാൻ തന്നെ പറയുമായിരുന്നു, ഒരു പിച്ചള സർപ്പം ഉണ്ടാക്കി അത് ഉയർത്തി നിർത്തുക, അതേ നോക്കുന്നവർ രക്ഷപ്പെട്ടോളും.
ദൈവം ആവശ്യപ്പെട്ടത് വിഗ്രഹാരാധന അരുതെന്ന്. കാരണം 1 രൂപ ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് വിഗ്രഹാരാധന നടത്താം. 1 രൂപ ഉണ്ടാകണമെന്നൊന്നുമില്ല. റോമാലേഖനം 1:25 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെക്കാൾ മറ്റാരെയെങ്കിലും നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധന. ദൈവത്തെക്കാൾ മറ്റാരെയെങ്കിലും നീ മാനിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധന. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടാവിലുപരി സൃഷ്ടിയെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതുമാണ് വിഗ്രഹാരാധന. അതരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ അത് മൈൻഡ് ചെയ്യാതെ കണ്ട് രൂപം ഉണ്ടാക്കാതിരുന്ന കഴുത്തും പറിച്ച് നടന്നാൽ അതാണ് ഭക്തി, പ്രാർത്ഥന, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന വ്യക്തികളെ കാണാൻ പറ്റും. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ക്രിസ്തീയമാകുന്നത്, നോമ്പുകാലം യഥാർത്ഥ നോമ്പുകാലമായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പറയപ്പെട്ടിരിക്കുന്ന പാപം എത്ര പേര് പാപമായിട്ട് കാണുമ്പോൾ, സുവിശേഷ ഭാഗത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ എന്ന് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ നിൻ്റെ പാപത്തിൽ മരിക്കും. ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിഞ്ഞാൽ പോരാ. നമ്മൾ കാറ്റഗിസത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് മതിയോ? അത് പോരാന്ന്. ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ആ അറിവില്ലാത്തവന് പാപത്തിൽ മരിക്കും. നമുക്കറിയാമല്ലോ, സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വ്യവസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം, ദൈവത്തിൻ്റെ സ്വന്തമായി മാറണം. യോഹന്നാൻ 17:3 പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 5:11-12 എടുത്താലോ, ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. നിത്യജീവൻ യേശുക്രിസ്തുവിലാണ്. യേശുവിനെ സ്വന്തമാക്കിയവർക്ക് നിത്യജീവനുണ്ട്, സ്വന്തമാക്കാത്തവർക്ക് നിത്യജീവനില്ല. നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഇക്കാര്യം എന്നിൽ നിറവേറും, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നു. സ്വർഗത്തിൽ പോകുന്നൊക്കെ നമുക്ക് പറയാം, എളുപ്പമാണ്. പക്ഷേ ഈ കാര്യം നിറവേറാതെ കണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റിയാലെന്ന്. ഞാൻ യേശുവിൻ്റെ സ്വന്തമായി മാറണം. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധമുണ്ടാകണം, എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗാഡ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവം. ദൈവത്തെ അറിഞ്ഞ വ്യക്തിയെപ്പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ നമുക്ക് പറ്റണം. അതിന് വിശുദ്ധീകരണം കൂടാതെ, നമ്മളെ തന്നെ ശുദ്ധീകരിച്ചെടുക്കാതെ അത് സാധ്യമാകില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫെബ്രുവരി 12:14 എടുത്താൽ അവിടെ പറയുന്നത്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഇന്ന് പലർക്കും പ്രാർത്ഥനയോട് വിമുഖതയുണ്ടോ? അത്യാവശ്യത്തിന് വേണേ ഓടിപ്പോയി ഒരു കുർബാനയിലൊക്കെ പങ്കെടുത്ത് അവിടെ നിർത്തിയേക്കാം. അതാണോ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ? അത് പോരാ. ഇന്ന് പലർക്കും പ്രാർത്ഥനയോട് വിമുഖത, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ കിടക്കുന്ന ഒരു കാരണം എസെക്കിയേൽ 24:13 വായിച്ചാൽ കാണാൻ പറ്റും. ഭോഗാസക്തിയുടെ ക്ലാവ്. നമ്മൾ ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ, ക്ലാവ് പിടിച്ചാൽ അതിനകത്ത് വീഞ്ഞൊഴിച്ചാൽ ഭയങ്കര അരുചി. അങ്ങനെയെങ്കിൽ ഈ ക്ലാവ്, ഭോഗാസക്തി, അത് നമ്മുടെ ജീവിതത്തിൽ വന്ന് പിടിച്ചാലോ നമുക്ക് പിന്നെ പ്രാർത്ഥിക്കണമെന്നുള്ള വലിയ താല്പര്യമൊന്നും വരത്തില്ല. പ്രാർത്ഥിച്ചാലും ബലിയർപ്പിച്ചാലും വലിയ അനുഭവം നമുക്ക് ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് നമ്മൾ തിരുത്തണം, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ നോമ്പുകാലം അർത്ഥവത്താക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കാതിരിക്കാം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാലയളവ് വിശുദ്ധീകരണത്തിൻ്റെ ആത്മീയ ശക്തി സമ്പാദിക്കുന്നതിൻ്റെ ഒരു കാലയളവായി മാറ്റണമെന്ന് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.